ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഡിജിറ്റൽ നമ്പർ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ബൈനറി അരിത്മെറ്റിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആർസ് കോംപ്ലിമെൻറ്റ് ആൻഡ് ആർ മൈനസ് വൺസ് കോംപ്ലിമെൻറ്റ് ഈ കോൺസെപ്റ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സേ നമ്മുടെ പക്കലൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആറാണെങ്കിൽ അതിൻ്റെ ആർ മൈനസ് വൺസ് കോംപ്ലിമെന്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ പവർ എൻ മൈനസ് വൺ മൈനസ് ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് ആ നമ്പർ. ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിജിറ്റ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനകത്ത് എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറയുന്നത് ബേസ്, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: ആർ മൈനസ് വൺ അപ് ടു എൻ ടൈംസ് എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും ടൈംസ് നമ്മൾ ആർ മൈനസ് വൺ ബേസിൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴുള്ള വാല്യൂ എടുത്തെഴുതി അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ മൈനസ് ചെയ്താൽ മതിയാവും. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് ആർ മൈനസ് വൺസ് കോംപ്ലിമെന്റ്. ഇനി ആർസ് കോംപ്ലിമെന്റ് കാണണമെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1, അല്ലെങ്കിൽ ആർ പവർ എൻ മൈനസ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഏതാണെങ്കിൽ അത് ചെയ്താലും മതിയാകും. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. എനിക്കൊരു ഡെസിമൽ നമ്പർ 1234 എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. അതിൽ ആർ മൈനസ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 9's കോംപ്ലിമെന്റ് ആണ് അല്ലേ. 9's കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ഞാൻ n ടൈംസ് ആർ മൈനസ് വൺ. ആർ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് വൺ എന്ന് പറയുന്നത് 9 അല്ലേ. അപ്പൊ ഞാൻ 4 ടൈംസ്, സിൻസ് ക്യാപിറ്റൽ ലെറ്റർ എൻ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഗിവൺ നമ്പർ ഈസ് 4, ഞാൻ എന്ത് ചെയ്താൽ മതി, ആർ മൈനസ് വൺ എന്നുള്ളത് എഴുതി മൈനസ് എന്ത് ചെയ്താൽ മതി, തന്നിട്ടുള്ള നമ്പർ കുറയ്ക്കുക. കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇതിന്റെ 9's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി ആ കിട്ടിയിട്ടുള്ള 9's കോംപ്ലിമെന്റിന്റെ കൂടെ 1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആർസ് കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഈ കേസിൽ 10's കോംപ്ലിമെന്റ്. നെക്സ്റ്റ് ഒരു ബൈനറി നമ്പറിന്റെ എക്സാമ്പിൾ നോക്കാം. 1010 10 ഈക്വലന്റ് ആണ് ഡെസിമലിനകത്ത്. 1010ന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 1111. 4 ടൈംസ് ഞാൻ 1 എഴുതി, സിൻസ് n ഇസ് ഈക്വൽ ടു 4 ആൻഡ് ആർ എനിക്കറിയാം 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു 1 ആണ്. n ടൈംസ് ഞാൻ ആർ മൈനസ് വൺ എഴുതി മൈനസ് എന്ത് ചെയ്താൽ മതി, തന്നിട്ടുള്ള നമ്പർ 1010 എന്ന് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് കിട്ടുന്നത് 0101 എന്നുള്ള ആൻസർ ആയിരിക്കും. വൺസ് കോംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതണമെന്നൊന്നുമില്ല. നമുക്ക് തന്നിട്ടുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്താൽ മതി. അതായത് സീറോസ് വൺസ് ആയിട്ടും വൺസ് എല്ലാം സീറോസ് ആയിട്ടും മാറ്റി എഴുതിയാൽ മതിയാകും. ഇനി ആ കിട്ടുന്ന വാല്യൂവിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഈ കേസിൽ നമുക്ക് 0110 എന്ന് കിട്ടും. 2's കോംപ്ലിമെന്റ് കാണാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പൊ നമുക്ക് 1010 ബേസ് 2 എന്നുള്ളത് തന്നെ എക്സാമ്പിൾ ആയി എടുക്കാം. ഇതിന്റെ 2's കോംപ്ലിമെന്റ് എനിക്ക് ഒറ്റയടിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ട് പിന്നെ 1 ആഡ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് റീഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ടൈം എവിടെ വെച്ചാണോ 1 എൻകൗണ്ടർ ചെയ്യുന്നത് അതുവരെ അങ്ങ് എടുത്തെഴുതിയതിന് ശേഷം അതിനുശേഷം ഞാൻ ലെഫ്റ്റിലേക്ക് കാണുന്ന ഡിജിറ്റ്സ് കോംപ്ലിമെന്റ് ചെയ്താൽ മതിയാവും. അതായത് ഇവിടെ ഞാൻ 0 എഴുതി, then 1 എഴുതി. ഈ ഫസ്റ്റ് ടൈം 1 എൻകൗണ്ടർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വരുന്ന ഡിജിറ്റിന്റെ കോംപ്ലിമെന്റ് വേണം ഞാൻ ഇനി എഴുതാൻ. അതായത് 0 എന്നുള്ളത് 1 ആക്കി മാറ്റി, 1 എന്നുള്ളത് 0 ആക്കി മാറ്റി. ഇതാണ് ഇതിന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ആ വാല്യൂ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. വൺസ് കോംപ്ലിമെന്റ് കണ്ട് 1 ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് ആണെന്ന് മാത്രം അത് ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഡിജിറ്റൽ നമ്പർ റെപ്രസെന്റേഷനിലോട്ട് പോവാം. നമ്പേഴ്സ് സൈൻഡ് ആവാം, അൺസൈൻഡ് ആവാം. അൺസൈൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ കേസിൽ നമുക്ക് n ബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിലെ പോസിബിൾ ഇൻഡിജർ വാല്യൂസ് എന്ന് പറയുന്നത്, പോസിബിൾ ഇൻഡിജർ വാല്യൂസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 2 power n - 1 ആയിരിക്കും.
അൺസൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ പറയുന്നത്. ഇതിനകത്ത് n ബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ MSB എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്, നമുക്ക് തന്നിരിക്കുന്ന നമ്പറിലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ബിറ്റ് ആണത്, അത് സൈൻ ബിറ്റ് ആയിരിക്കും. MSB കേട്ടോ. അപ്പോൾ ആ MSBന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. ഇതിനകത്ത് സൈൻഡ് മാഗ്നിറ്റ്യൂഡിനകത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി ആ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ ആണ് എന്നുള്ളത്. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ റേഞ്ച് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് -2 പവർ n-1 -1 to +2 പവർ n-1 -1 വരെ ആയിരിക്കും. നമുക്കൊരു 3 ബിറ്റ്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. എന്നിന്റെ വാല്യൂ 3 ബിറ്റ്സ് ആണ്. 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാവുന്ന സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിന്റെ റേഞ്ച് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? -2 പവർ n-1 -1 to +2 പവർ n-1 -1 അല്ലേ? ഇനി എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 3 പ്ലേസ് ചെയ്യാണ്. അപ്പൊ 2 പവർ 3 -1 -1 to +2 പവർ 3 -1 -1. ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? 2 പവർ 3 -1 എന്ന് പറയുമ്പോൾ 2 പവർ 2 വിച്ച് ഈസ് 4. 4 -1 എന്ന് പറയുമ്പോൾ 3 -3 to +3 വരെ എന്ന് പറഞ്ഞൂടെ? ഇവിടെയും സെയിം ടേം ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിൽ റേഞ്ച് ഓഫ് നമ്പേഴ്സിന്റെ ഇക്വേഷൻ അത് പഠിച്ചു വെക്കുക. എത്ര ബിറ്റ്സ് തന്നിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നമ്പർ തന്നിട്ട് പറയും അതിന്റെ റേഞ്ച് എത്രയാണെന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് എത്ര വെച്ച് വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്നുള്ളത് ചോദിക്കാം. സോ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഫസ്റ്റ് കാറ്റഗറിയാണ് സൈൻഡ് നമ്പേഴ്സിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് റെപ്രസെന്റേഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. ഇനി 2 എണ്ണം കൂടി ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്, അതിനി നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷന്റെ ഒരു എക്സാമ്പിൾ ഈ 3 ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. റേഞ്ച് ഓൾറെഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു, -3 to +3 ആണ് അല്ലേ? അപ്പോൾ 3 ബിറ്റ്സ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ -3 -2 -1 -0 +0 +1 +2 +3 വരെ എനിക്ക് 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനകത്ത് നമ്മുടെ MSB എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ ആയിരിക്കും. അപ്പോൾ 3 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 3 എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ നമുക്കറിയാം 1 1. ഇനി ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഞാൻ എന്ത് ചെയ്യണം? മൈനസ് ആയതുകൊണ്ട് തന്നെ 1 ആയിട്ട് എഴുതണം. ഇനി 2വിന്റെ കേസിലാണെങ്കിൽ 1 0 ആണ് വരിക. നെഗറ്റീവ് ആയതുകൊണ്ട് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അതായത് MSB എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ -1 എന്ന് പറയുമ്പോൾ 1 0 1. ഇനി -0 എന്ന് പറയുമ്പോൾ 1 0 0. ഇനി +0 ആണെങ്കിലോ എന്തായാലും MSB 0 ആയിരിക്കും. 0 എന്ന് പറയുന്നത് സൈൻ ബിറ്റ് ആണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് പോസിറ്റീവ് നമ്പർ 0 0 0. ഇനി ഇത് 0 0 1, ദെൻ 0 0 1 0, ദെൻ 0 1 1. അതായത് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ആദ്യത്തെ ബിറ്റ് എൻ്റെ MSB ആണ്, അതെൻ്റെ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ എടുത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ഓഫ് 3 ബിറ്റ് നമ്പേഴ്സ്. അതിന്റെ റേഞ്ച് നമ്മൾ പറഞ്ഞു -3 to +3 വരെയാണ്. അതെങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷനിലേക്ക് പോവാം, വിച്ച് ഈസ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനകത്ത് റേഞ്ച് ഓഫ് വൺസ് കോംപ്ലിമെന്റ് നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് ആദ്യം തന്നെ പഠിക്കാം. അത് ഈ ഇക്വേഷൻ സിമിലർ ടു സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനകത്തുള്ള സെയിം ഇക്വേഷൻ ആണ് ഇവിടെയും വരുന്നത്. -2 പവർ n-1 -1 to +2 പവർ n-1
-1. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനകത്ത് പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം സൈൻ മാഗ്നിറ്റ്യൂഡിനകത്ത് എങ്ങനെയാണ് പോസിറ്റീവ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതിന് അതിന് സിമിലർ ആയിരിക്കും. പക്ഷേ നെഗറ്റീവ് നമ്പറിന്റെ കേസിൽ എങ്ങനെയാ വെച്ചാല് ആദ്യം തന്നെ തന്നിരിക്കുന്ന നമ്പറിന്റെ പോസിറ്റീവ് നമ്പർ എടുക്കുക, എന്നിട്ട് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണുക. അങ്ങനെയാണ് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എഴുതുന്നത്. അപ്പൊ 3 ബിറ്റ് റെപ്രസെന്റേഷൻ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ഇതിന്റെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇക്വേഷൻ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ വരുന്ന 3 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വരുന്ന റേഞ്ച് -3 to +3 ആയിരിക്കും അല്ലെ. അപ്പൊ ആ വാല്യൂസ് തന്നെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരും. അതായത് -3, -2, -1, -0, +0, +1, +2 ആൻഡ് +3 അല്ലെ. 3 ബിറ്റ്സ് ആണ് നമ്മുടെ റെപ്രസെന്റേഷൻ വരുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് നമ്പറിന്റെ കേസിൽ അതിന്റെ പോസിറ്റീവ് നമ്പർ ആദ്യം കൺസിഡർ ചെയ്യണം, 0, 1, 1. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, കോംപ്ലിമെന്റ് ചെയ്യണം, വിച്ച് വിൽ റിസൾട്ട് ഇൻ 1, 0, 0. ഇനി -2 ആണെങ്കിലോ 0, 1, 0 എടുത്തു, അതിന്റെ കോംപ്ലിമെന്റ് കാണുമ്പോൾ 1, 0, 1. ഇനി -1, 0, 0, 1 എടുത്തു, കോംപ്ലിമെന്റ് എടുക്കുന്നു 1, 1, 0. ഇനി -0 എന്ന് പറയുമ്പോൾ 0, 0, 0 എടുക്കുന്നു, അതിന്റെ കോംപ്ലിമെന്റ് 1, 1, 1. ദെൻ +0 എനിക്കത് അങ്ങനെ തന്നെ എഴുതാം. പോസിറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ് അതുപോലെ തന്നെ എഴുതാം എനിക്ക് അല്ലെ. അത് കഴിഞ്ഞാൽ 0, 0, 1, 0, 1, 0, 0, 1, 1. ഓക്കെ, ഇതാണ് 3 ബിറ്റ്സിൽ ഉള്ള വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -3 to +3 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നോക്കാം. 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് തേർഡ് ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. റേഞ്ച് ഓഫ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് കാണുന്നതിനുള്ള ഇക്വേഷൻ -2 power n - 1 to +2 power n - 1 -1. ഈ പോസിറ്റീവ് പാർട്ട് സിമിലർ ടു സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻസ്. ഈ ഒരു പാർട്ടില് നെഗറ്റീവ് പാർട്ടിലെ റേഞ്ചിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ പിന്നെ കൂടുതൽ കിട്ടുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. -2 power n - 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 3 ബിറ്റ്സ് വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം? -2 power 3 - 1 to ഇവിടെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ +3 ആയിരിക്കും. -2 power 3 - 1 എന്ന് പറയുമ്പോൾ എത്രയാവും? 2 power 3 - 1 എന്ന് പറയുമ്പോൾ 2 power 2 വിച്ച് ഈസ് 4. അപ്പൊ -4 to +3 വരെ നമുക്ക് എന്ത് ചെയ്യാം? 2's കോംപ്ലിമെന്റേഷൻ റെപ്രസെന്റേഷനിൽ റേഞ്ച് വരും. നേരത്തെ നമ്മൾ കണ്ടത് -3 to +3 ആയിരുന്നു. -3നേക്കാളും ഒന്ന് കൂടുതലാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ സ്കെയിൽ ഒന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാം. -4, -3, -2, -1, -0, +0, +1, +2, +3. ഇതിനകത്ത് എങ്ങനെയാണെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡിനകത്തും വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനകത്തും എങ്ങനെയാണോ പോസിറ്റീവ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ നമുക്ക് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിലും പോസിറ്റീവ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പോസിറ്റീവ് നമ്പർ എഴുതുക, എന്നിട്ട് അതിന്റെ 2's കോംപ്ലിമെന്റ് കാണാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് -4 ആണ് വരുന്നത്. 4ന്റെ 3 ബിറ്റ് റെപ്രസെന്റേഷൻ നമുക്ക് അറിയാം. അതിന്റെ 2's കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് 100 തന്നെയാണ് കിട്ടുക. ഇനി -3 എന്ന് പറയുമ്പോൾ അതിന്റെ പോസിറ്റീവ് വാല്യൂ ആദ്യം എടുത്തു. അതിന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 101. ദെൻ 2 എടുത്തു. നമ്മൾ നേരത്തെ പഠിച്ച ഷോർട്ട് കട്ട് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. റൈറ്റ് എന്ന് ലെഫ്റ്റിലോട്ട് റീഡ് ചെയ്യുന്നു. ഫസ്റ്റ് 1 എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് എല്ലാം ഞാൻ കോംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി 2 എന്ന് പറയുമ്പോൾ 0, 1, 0. 0 എഴുതി, 1 എഴുതി, 0 ഞാൻ കോംപ്ലിമെന്റ് ചെയ്തു. ദെൻ 0, 0, 1. ഫസ്റ്റ് ടൈം തന്നെ 1 ആണ്, അതുകൊണ്ട് റിമൈനിങ് എല്ലാം 1 ആക്കി മാറ്റി. ഇനി 0, 0, 0. ഇതെനിക്ക് 0, 0, 0 തന്നെയാണ് കിട്ടുക. ഇനി പോസിറ്റീവ് 0 അങ്ങനെ തന്നെ എനിക്ക് എഴുതാം. ഇവിടെ നെഗറ്റീവ് 0ക്കും പോസിറ്റീവ് 0ക്കും ഒറ്റ റെപ്രസെന്റേഷനേ ഉള്ളൂ. ഇതിനകത്ത് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനകത്ത്. പക്ഷേ
വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനകത്ത് നോക്കൂ, -0ക്ക് നമ്മൾ 1 1 1 ആയിരുന്നു റെപ്രസെന്റ് ചെയ്തത്, +0ക്ക് 0 0 0, അതായത് 2 റെപ്രസെന്റേഷൻസ് വരുന്നുണ്ട് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനകത്ത്. അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് +1ലേക്കാണ് പോകുന്നത്, വിച്ച് ഇസ് 0 0 1, +2 0 1 0, +3 0 1 1. ഇനി നെക്സ്റ്റ് നമുക്ക് ബൈനറി അരിത്തമെറ്റിക് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് അഡീഷനും ടൂസ് കോംപ്ലിമെന്റ് അഡീഷനും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ പെർഫോം ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ്, അതിന് രണ്ടിനും ഡിഫറെന്റ് സൈൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്പർ അതിന്റെ സൈനിൽ തന്നെ ഇടുക. പോസിറ്റീവും നെഗറ്റീവ് ആണ് നമുക്ക് വരുന്ന നമ്പേഴ്സ് എങ്കിൽ പോസിറ്റീവ് നമ്പർ അങ്ങനെ തന്നെ എടുക്കട്ടെ, നെഗറ്റീവ് നമ്പർ എന്ത് ചെയ്യുക, അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണുക. എന്നിട്ട് ഈ രണ്ട് നമ്പേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ്സ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി പ്രസന്റ് ആണെങ്കിൽ കിട്ടുന്ന ക്യാരി LSB ആയിട്ട് ആഡ് ചെയ്യുക. LSB എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അതായത് റൈറ്റ് മോസ്റ്റ് ബിറ്റ് ആണ്. അതുമായിട്ട് ആഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ, അതാണ് നമ്മുടെ റിസൾട്ട്. ആ റിസൾട്ടിന്റെ സൈൻ എന്ന് പറയുന്നത് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യാതെ ഒരു നമ്പർ വെച്ചിട്ടില്ലേ, പോസിറ്റീവ് നമ്പർ, ആ സൈനിൽ തന്നെയല്ലേ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്. ആ നമ്പറിന്റെ അൺകോംപ്ലിമെന്റഡ് നമ്പറിന്റെ സൈൻ ഏതാണോ ആ സൈന് റിസൾട്ടിൽ നമ്മൾ കൊടുക്കുക. അതായിരിക്കും റിസൾട്ടിന്റെ സൈൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 3 - 2 രണ്ടും ഡെസിമൽ നമ്പേഴ്സ് ആണ്. 3 - 2ന്റെ ആൻസർ നമുക്കറിയാം 1 ആണ് വരുന്നത് എന്നുള്ളത്. ബൈനറിയിൽ ഇത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ വേണമെങ്കിൽ പെർഫോം ചെയ്യാം. 3 + -2 ആണ് വരുന്നത് ആക്ച്വലി ഈ വാല്യൂസ്. വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ വെച്ചിട്ടാണ് ഇത് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്പർ അതിന്റെ സൈൻ അതുപോലെ തന്നെ ഇടുകയാണ്. ഇത് 3ഉം -2 ആയതുകൊണ്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ലേ? കാരണം വൺസ് കോംപ്ലിമെന്റ് റേഞ്ച് 3 ബിറ്റ്സ് ആണെങ്കിൽ -3 to +3 വരെ അവൈലബിൾ ആണ്. ഇവിടെ 3 ആണ് മാക്സിമം വാല്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഈ വാല്യൂ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആദ്യത്തെ നമ്പറിന്റെ സൈൻ ഒന്നും മാറ്റുന്നില്ല, അത് അങ്ങനെ തന്നെ ഞാൻ എഴുതുകയാണ്. 0 1 1 പ്ലസ്, അടുത്തത് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ നമ്പറിന്റെ, അതായത് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണുകയാണ് ചെയ്യുന്നത്. -2ന്റെ വൺസ് കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുക? ആദ്യം തന്നെ പോസിറ്റീവ് നമ്പർ എഴുതുക, എന്നിട്ട് നെക്സ്റ്റ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ്, അത് കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വാല്യൂ എടുത്തെഴുതുക. അതാണ് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, 101 എന്ന് പറയുന്നത്. അപ്പൊ ആ വാല്യൂ എടുത്തിട്ട് ഞാൻ ഇവിടെ അഡീഷൻ പെർഫോം ചെയ്യാണ്. 1 + 1 = 1 0 0 എഴുതി 1 ഇവിടെ ക്യാരി വന്നു. 1 + 1 = 1 0 0 എടുത്തെഴുതി 1 ഇവിടെ ക്യാരി വന്നു. ദെൻ 1 + 1 = 1 0 0 എടുത്തെഴുതി 1 ഇവിടെ ക്യാരി വന്നു. ക്യാരി ഉള്ള കേസിൽ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞത് എന്താണ്, അത് LSB ആയിട്ട് ആഡ് ചെയ്യണം. സോ +1, ആ 1 എടുത്ത് ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ ആൻസർ എനിക്ക് വരുന്നത് 0 0 1 ആണ്. ഇതാണ് എന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് അൺകോംപ്ലിമെന്റഡ് നമ്പറിന്റെ സൈൻ ആയിരിക്കും. ഇവിടെ ഏത് നമ്പറാണ് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യാത്തത്? ഈ നമ്പർ അല്ലേ. വൺസ് കോംപ്ലിമെന്റ് കണ്ടത് -2ൻ്റെതായിരുന്നു. അൺകോംപ്ലിമെന്റഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 3യുടെ സൈൻ ഏതാണ്? പോസിറ്റീവ്. സോ +1 ഈസ് ദ ആൻസർ. അതന്നെയല്ലേ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്യാരി ഉള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്യാരി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന ആ ഒരു സമ്മിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാം. പിന്നെ അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ടിന്റെ സൈൻ എന്ന് പറയുന്നത് ഏത് നമ്പർ ആണോ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തത് ആ നമ്പറിന്റെ സൈൻ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സേ 5 + -7 ആണ് എനിക്ക് ചെയ്യേണ്ടതെങ്കിൽ ആൻസർ നമുക്കറിയാം -2 ആണ് വരുന്നത്. ഇവിടെ ഞാൻ -7 ആണ് കോംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. 5ഉം -7ഉം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ബിറ്റ്സ് n എന്ന് പറയുന്നത് ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? 4 കൊടുക്കേണ്ടി വരും. 3 വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വൺസ് കോംപ്ലിമെന്റിന്റെ റേഞ്ചിനകത്ത് ഈ -7ഓ +5ഓ പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് ബിറ്റ്സും 4 കൊടുക്കും. നിങ്ങൾ ആ റേഞ്ച് എഴുതി നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഏത് റേഞ്ചിനകത്താണ് ഇത് പെടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് 4 വെച്ചിട്ട് വേണം ഞാൻ കൊടുക്കാം. 5 ഞാൻ അങ്ങനെ തന്നെ എടുത്തെഴുതാണ്, 0 1 0 1. ഇനി 7ന്റെ വൺസ് കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. ആദ്യം തന്നെ നമ്പർ ഞാൻ എടുത്തെഴുതി 0 1 1 1.
ഓക്കെ, ഇനി അതിന്റെ കോംപ്ലിമെന്റ് കണ്ടു വിച്ച് ഇസ് 1000. ഓക്കെ, 1000. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യാണ് 1011. ക്യാരി ഇല്ല എങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ആൻസർ ഞാൻ കോംപ്ലിമെന്റ് ചെയ്യുക, വൺസ് കോംപ്ലിമെന്റ് ചെയ്യുക, വിച്ച് ഈസ് 0010. ഇതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ടിന്റെ സൈൻ എന്തായിരിക്കും? കോംപ്ലിമെന്റ് ചെയ്ത നമ്പർ, ക്വസ്റ്റ്യനകത്ത് കോംപ്ലിമെന്റ് ചെയ്തത് ഏതാണ്? -7 ആണ്. അതിന്റെ സൈൻ ആയിരിക്കും ഈ റിസൾട്ടിന് ഞാൻ കൊടുക്കേണ്ടത്, വിച്ച് ഇസ് -0010 വിച്ച് ഇസ് ഈക്വൽ ടു -2. ഇനി നമുക്ക് 2's കോംപ്ലിമെന്റ് അഡീഷൻ നോക്കാം. 2's കോംപ്ലിമെന്റ് അഡീഷൻ ആണെങ്കിൽ നമ്പേഴ്സ് സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ റിസൾട്ടിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കേണ്ടി വരും നമ്മൾ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് 3 - 1, 3 + -1 ചെയ്യുക. ഇതിന്റെ 2's കോംപ്ലിമെന്റ് എടുക്കാം. -1ന്റെ 2's കോംപ്ലിമെന്റ് എടുക്കാം. 4 എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 4 എക്സാമ്പിൾസും നമുക്ക് 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന തരത്തിലുള്ളതാണ്. റേഞ്ച് വരുന്നത് -4 to +3 ആണ്. കാരണം ഇത് 2's കോംപ്ലിമെന്റ് അഡീഷൻ ആണ്. 2's കോംപ്ലിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ -4 to 3 ബിറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് -4 to +3 വരെ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. 3 - 1 ആണ്. അപ്പൊ അതിലെ -1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? 3 + -1 അതിന്റെ 2's കോംപ്ലിമെന്റ് ആദ്യം നമ്മൾ ചെയ്യണം. -1ന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം പോസിറ്റീവ് നമ്പർ നമ്മൾ എടുത്തെഴുതിയിട്ട് അതിന്റെ 2's കോംപ്ലിമെന്റ് കാണുക, വിച്ച് ഈസ് 111 അല്ലെ. എനിക്ക് 3യുടെ ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ അറിയാം, 011 +3 ആണ്. പ്ലസ് ഞാൻ എന്ത് ചെയ്യണം? ഈ കിട്ടിയിട്ടുള്ള ഈ 2's കോംപ്ലിമെന്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 1 + 1 10, 0 എഴുതി, 1 ക്യാരി, 1 + 1 + 1 11, 1 എടുത്തെഴുതി, 1 ക്യാരി. ഇവിടെ MSB ലോട്ട് 1 ക്യാരി വന്നിട്ടുണ്ട്. ക്യാരി ഇൻടു MSB ഈസ് 1. ആ 1 പ്ലസ് ഈ 1 ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ് കിട്ടുക. 0 എഴുതി, ക്യാരി ഔട്ട് ഓഫ് MSB എനിക്കൊരു 1 വന്നിട്ടുണ്ട്. ഇവിടെ ക്യാരി ഇൻ ആൻഡ് ക്യാരി ഔട്ട് ഓഫ് MSB സെയിം ആണ്. ക്യാരി എനിക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഈ കിട്ടുന്നതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് +2. ഓക്കെ, ഇനി 1 - 3 ചെയ്ത് നോക്കാം. ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? 1 + -3 ആണ് ചെയ്യുന്നത്. -3യുടെ കോംപ്ലിമെന്റ് എടുക്കുക. 0 1 1 1 0 1 ഇതായിരിക്കും എനിക്ക് 2's കോംപ്ലിമെന്റ് കിട്ടുന്നത്. -3യുടെ 2's കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 101. ഇനി 1ന്റെ ഈക്വലന്റ് ആയിട്ടുള്ള 3 ബിറ്റ് വാല്യൂ എനിക്കറിയാം, 001 + 101 ചെയ്യുമ്പോൾ 1 + 1 = 10. 0 എടുത്തെഴുതി, 1 ഇവിടെ ക്യാരി, ആ 1 ഇവിടെ എടുത്തെഴുതാം. ദെൻ അഗെയിൻ ഒരു 1 വന്നു. ഇവിടെ ക്യാരി ഇല്ല. എനിക്ക് ക്യാരി ഇല്ലാത്ത കേസ് ആണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിന്റെ 2's കോംപ്ലിമെന്റ് നമ്മൾ എടുക്കണം. ഇതിന്റെ 2's കോംപ്ലിമെന്റ് എത്ര വരിക? 010 വിച്ച് ഇസ് 2. ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്റഡ് നമ്പറിന്റെ സൈൻ ആയിരിക്കും, വിച്ച് ഇസ് -3 എന്നുള്ളതല്ലേ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ ദ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ -2 ആയിരിക്കും വരിക. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് -2 -2. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഈ ഫസ്റ്റത്തെ -2 ഞാൻ കോംപ്ലിമെന്റ് ചെയ്യണം. അടുത്തത് എനിക്ക് എന്താവും? ഓട്ടോമാറ്റിക്കലി +2 എന്ന് എഴുതിക്കൂടെ? -2 +2 ആണ് ഈ ക്വസ്റ്റ്യൻ. ഈ -2ന്റെ 2's കോംപ്ലിമെന്റ് കാണുമ്പോൾ ആദ്യം തന്നെ ആ നമ്പർ ഞാൻ എടുത്തെഴുതി 3 ബിറ്റിൽ. ഇനി എനിക്ക് അതിന്റെ 2's കോംപ്ലിമെന്റ് കാണണമെങ്കിൽ 110 എന്നുള്ളതാണ് -2ന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അത് അപ്പൊ 110 +2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ ഞാൻ ഇവിടെ എടുത്തെഴുതി. ദെൻ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 0 + 0 0, 1 + 1 0, 1 ക്യാരി ഇൻടു MSB ഈസ് 1. 1 + 1 = 0. പിന്നെ ഒരു ക്യാരി വരുന്നുണ്ട്, ക്യാരി ഔട്ട് ഓഫ് MSB ഈസ് ഓൾസോ 1. ഇവിടെ ആൻസർ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ക്യാരി നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം അല്ലേ? സോ ദ റൈറ്റ് ആൻസർ ഈസ് 0. ഇനി അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ 3 + 1 നോക്കാം. നമുക്ക് ഇതിനകത്ത് 2's കോംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് 011 + 001 ചെയ്യുമ്പോൾ 1 + 1 = 0, 1 ക്യാരി, 1 + 1 = 0, 1 ക്യാരി,
1 എടുത്തെഴുതി. ഇവിടെ ക്യാരി ഉണ്ടോ? ഇല്ല. ക്യാരി ഇൻ ടു ദ MSB ആൻഡ് ക്യാരി ഔട്ട് ഓഫ് ദ MSB ആർ ഡിഫറെന്റ് അല്ലേ? ഈ കേസിൽ അങ്ങനെയല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം ഇവിടെ ഒരു ഓവർഫ്ലോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഈ ഒരു കേസ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ ഓവർഫ്ലോ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് XOR ഗേറ്റ് യൂസ് ചെയ്യാം. XOR ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് C ഇന്നും അടുത്ത ഇൻപുട്ട് C ഔട്ടും ആയിരിക്കും. ഇതിന്റെ റിസൾട്ട് 0 ആണെങ്കിൽ നോ ഓവർഫ്ലോ. ഇൻ കേസ് ഓഫ് 1 ഓവർഫ്ലോ. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.